നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ അധികം വിഷമം. എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം കേട്ടത് മുതൽ ആകെ അസ്വസ്ഥതയാണ്. മനസ്സ് മുഴുവൻ നമുക്കെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങളുള്ളതാണ്. പിന്നെ ഇവരുടെയൊക്കെ ഇത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചിലരൊരിക്കലും ആൺകുട്ടികളാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പെൺകുട്ടികളാകുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറയാം. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന, ഇപ്പം ഏറ്റവും റീസെൻ്റ്ലി ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു 6 വയസ്സുകാരന് തൃശ്ശൂർ മാളയിൽ നടന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പാവപ്പെട്ട കുട്ടീനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ മൃഗീയ സ്വഭാവമുള്ള ഈ സ്വവർഗരതിക്കാർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇതിൽ പ്രായമായ മുത്തപ്പന്മാർ കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുന്ന ടൈപ്പിനൊക്കെ ഈ ഒരു വികാരം ഉണ്ട്. അത് എവിടുന്ന് വരുന്നു, എവിടുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന അറിയുന്നില്ല. എന്ത് ഹോർമോൺ ചേഞ്ച് ആണ്, എന്ത് മാങ്ങാ തൊലിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ അവർക്ക് അങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ട്, സ്വർഗരതി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രായത്തിനും പക്വതയ്ക്ക് അനുസരിച്ച് അതേ വിഭാഗത്തിൽപ്പെട്ടവരെ കണ്ടെത്തുകയല്ലേ വേണ്ടത്. നിങ്ങൾക്ക് പാകത്തവരെ കണ്ടെത്തുകയാണ് വേണ്ടത്. നിങ്ങളുടെ അതേ ഹോർമോൺ ചേഞ്ചും പ്രശ്നങ്ങളും ഉള്ളവരുണ്ടാവും, അവരെ നിങ്ങൾ എവിടെയും പോയി കണ്ടെത്തുക. അല്ലാണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ, അത് 5ഉം 6ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപയോഗിച്ച് അവർ ഈ തൃശ്ശൂർ മാളയിൽ ജോജോ ഇതുപോലെ വൃത്തികെട്ട ഒരു ജന്മം. ഈ കുട്ടിയെ യൂസ് ചെയ്ത സമയത്ത് കുട്ടി വീട്ടിൽ പറയുമെന്ന് ഭയന്ന്, ഇത്രമാത്രം പുറം ലോകം അറിയും എന്ന് ഭയന്ന് നടക്കുന്ന ഈ സ്വർഗരതിയിൽപ്പെട്ട ഈ കാട്ടുമൃഗത്തിന് ഈ കുഞ്ഞിനെ വേട്ടയാടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് പുറത്തറിയും, വലിയ നാണക്കേടാണെങ്കിൽ ഇയാൾക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴേക്കും ആൾ പേടിച്ച് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള അവിടെ ആ ഒരു പുഴയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പ്രാവശ്യം മുക്കി കുഞ്ഞ് തിരിച്ച് കയറി വന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇത്രത്തോളം പടഞ്ഞിട്ടുണ്ടാവും അത്. ഒന്ന് കയറി വന്നു, രണ്ടാമതും ചവിട്ടി താത്തി അവൻ്റെ മരണം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ആ കൊടും ക്രിമിനൽ അവിടുന്ന് തിരിച്ചു പോകുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആൺകുട്ടികളല്ലേ, അപ്പോൾ ഒത്തിരി അവരെ കൂടെ പന്ത് കളിക്കാനും അങ്ങനെ ഓടി കളിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചില മൃഗങ്ങളും കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒന്നും കൂടെ കണ്ടല്ലോ. റീസെൻ്റ്ലി ബാർബർ ഷോപ്പിൽ ആ കുട്ടി മുടി വെട്ടാനായിട്ട് വന്നിരുന്ന ആ കുട്ടീനെ യൂസ് ചെയ്ത ഒരു കാര്യം നമ്മൾ കേട്ടു അല്ലേ. എന്താണ് ഇവർക്കൊക്കെ ഇവരുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് എവിടെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ ഇതിന് മറുപുറം എവിടെയെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിനെ തേടി പിടിക്കുന്നതിന് പകരം ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെ മൃഗീയമായി ഉപയോഗിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെ പോയി വിചാരണ ചെയ്യാണ്ട് നേരിട്ട് അങ്ങോട്ട് തൂക്കിക്കൊല്ലുക. കാരണം നമ്മൾ പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും ഇവരൊരു ഹോർമോൺ ചേഞ്ച്, എന്ത് ഹോർമോൺ ചേഞ്ച് എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു പ്രായമുണ്ട്. അവർക്ക് അവരുടേതായ ഏജിനുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗിച്ച് ഒന്നും അറിയാത്ത പിഞ്ച് അവർ ഈ ഓടിച്ചാടി നടക്കണം എന്നല്ലേ ഉള്ളൂ. അവരിതുപോലെ ഓരോന്ന് പറഞ്ഞ് ട്രാപ്പിലാക്കി യൂസ് ചെയ്യുക, എന്നിട്ട് അഭിമാന പ്രശ്നം കൊണ്ട് ഇതിനെ അങ്ങ് കൊന്നു കളയുക. അപ്പം ഇതാരും അറിയില്ല എന്ന് അവരതൊക്കെ വിശദീകരിക്കണമെന്ന് നിങ്ങൾ നോക്കിയേ. എത്ര കൂളായിട്ടാണ് വിശദീകരിക്കുന്നത്. വല്ല ഭാവമാറ്റം ഉണ്ടോന്ന്. ചാമ്പയ്ക്ക് കൊടുക്കാന്ന് കൊണ്ടുവന്നു. അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? പീഡിപ്പിക്കുന്ന വല്ല എന്ത് ചെയ്തു? വായ പൊത്തി പിടിച്ചു. അവൻ മോച്ചാ എന്നിട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചു. അപ്പൊ കൊതറിട്ട് എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ എന്നിട്ട് വീണ്ടും കയറി വന്നു. പിന്നെയും തട്ടിയിട്ട് പിന്നെയും കയറി വന്നു. പിന്നെ തട്ടിയിട്ട് ഞാൻ പോയി. അല്ല തട്ടിയിട്ട് പിന്നെ അവനെന്താ ചെയ്തത്? അവന് അവൻ താന്നു പോയാ
അപ്പൊ നീ എന്ത് ചെയ്തു അങ്ങ് പോയിപ്പോ? ഞാൻ കണ്ടു പോയി. അപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? അതെ, ഇവിടെ മുഴുവൻ ഈ ഫോഴ്സ് മുഴുവൻ ഇതിന്റെ കൂടി എന്തായാലും വല്ലാത്തൊരു കാലഘട്ടമാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ശരിക്കും നേരിട്ട് അങ്ങോട്ട് തൂക്കിക്കൂല്ല, പ്രത്യേകിച്ച് വിചാരണയ്ക്കൊന്നും വിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ഒരു കാലഘട്ടം നമ്മൾ സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപോലെ ചൂഷണത്തിനിരയാവുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ദിനം പ്രതി ഒരു കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കള്ളും കഞ്ചാവും എല്ലാം അതിൻ്റെയൊക്കെ പെണ്ണും പിന്നെ ഇതുപോലെ സ്വവർഗരതിക്കാരുടെ പ്രശ്നങ്ങൾ ഇവർ വേട്ടയാടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തന്നെയാണ്. റീസെൻ്റ്ലി കുറച്ച് പ്രായമായ ആളുകളാണെങ്കിലും ഇപ്പോൾ ഈ ചെക്കന് 23 വയസ്സായിട്ടുള്ളൂ. ഈ മാളയിൽ നടന്ന ഈ സംഭവം 23 വയസ്സായ ഈ ചെറുക്കനാണ് ഈ പിഞ്ചു കുഞ്ഞിനെ 6 വയസ്സുള്ള കുഞ്ഞിനെ ഇത്തരം മൃഗീയമായി കൊലപ്പെടുത്തിയത്. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലൊക്കെ വളരെ അധികം സൂക്ഷിക്കണം. നമുക്ക് ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് ഈ ടൈപ്പാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും വളരെ വളരെ വിഷമം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂസിനോട് പ്രതികരിക്കാൻ തോന്നിയത് വേറെ വിചാരണയ്ക്കൊന്നും വിടാതെ നേരിട്ട് അങ്ങോട്ട് വിധി നടപ്പിലാക്കുക തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരം സ്വവർഗരതിക്കാരുണ്ടെങ്കിൽ അവർക്ക് പാകമായ അല്ലെങ്കിൽ ആ ഏജിന് ഇതായ അവരെ തേടി കണ്ടെത്തുക. അതിന് പകരം ഇത്തരം കുഞ്ഞുങ്ങളെ വേട്ടയാടാതിരിക്കുക. അതിനൊരു മാതൃകയായിട്ടുള്ള ഒരു ശിക്ഷ നൽകുക തന്നെ വേണം. ഓക്കെ, ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നല്ല അതിശക്തമായ ശിക്ഷ തന്നെ നൽകട്ടെ. ഇനി നമ്മൾ എത്ര ശിക്ഷ നൽകിയാലും ഇത് കുറ്റവാളികൾ ഉടലെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാ സിസ്റ്റവും മാറി മറിഞ്ഞ് വലിയ വലിയ ശിക്ഷകൾ നൽകണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു അവസാനമാവുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയും മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ പറയും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇത് പറയാൻ. നിങ്ങളുടെ അടുത്ത് ഈ വിവരം ഞാൻ ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെയധികം സേഫാക്കി നമ്മൾ ശ്രദ്ധിക്കുക. പുറത്ത് ഇതുപോലെയുള്ള സ്വവർഗരതിക്കാർ പ്രായമായവരിലും പ്രായമായ ഒരു വിധം പ്രായമായി കഴിഞ്ഞാൽ ഉള്ള അപ്പൂപ്പന്മാരൊക്കെ ഈ ഒരു നമ്മളിപ്പോൾ കണ്ടല്ലോ, അങ്ങനെയുള്ളതും ഉണ്ട്, ഈ ടൈപ്പിലും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അവരെ കണ്ടെത്താൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാർഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പരിധി കഴിയുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത ഒരു വാർത്തയുമായിട്ട് കാണുന്നവരെ ബൈ.